സ്നേഹനിധിയായ ജോസ് കുഞ്ഞിന് അനുശോചനം മീറ്റിംഗിൽ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ജോസ് കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങളെ, ഇടക്കോലിയുടെ പുത്രൻ, ഞങ്ങളുടെ സഹപ്രവർത്തകനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ശ്രീ ജോസഫ് തപ്പാൻ ഇന്ന് നമ്മളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള അനുശോചനം വെറും വാക്കുകളിൽ ഒതുക്കുവാൻ കഴിയില്ല. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ലക്ഷ്യമിട്ട അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികളുടെ സാക്ഷാത്കാരത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നന്നായി അറിയാം. ജോസ് കുഞ്ഞ് എപ്പോഴും പറയാറുള്ളതുപോലെ, പ്രസിഡന്റ്, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല, എൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാനെന്നും ജീവിക്കുമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഇടക്കോളി നിവാസികളോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും എനിക്കും അതാണ് പറയുവാനുള്ളത്. നമ്മുടെ ജോസ് കുഞ്ഞ് ഒരിക്കലും മരിച്ചിട്ടില്ല. നമ്മളിൽ കൂടി, നമ്മുടെ ഓർമ്മകളിൽ കൂടി അദ്ദേഹം എന്നും ജീവിക്കും. മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചു, പ്രസിഡന്റ്, എൻ്റെ വാർഡിലെ ജനങ്ങളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ ലക്ഷ്യം കണ്ട, ഞാൻ വിഭാവനം ചെയ്ത എൻ്റെ സ്വപ്നമായ ഇടക്കോലി കുടിവെള്ള പദ്ധതി അത് പൂർത്തീകരിച്ചിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം അവസാനമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ആശ്വാസവാക്കുകൾ കൊണ്ടോ എൻ്റെ സാമീപ്യം കൊണ്ടോ ജോസ് കുഞ്ഞിനോടുള്ള ആദരവും അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും കാണിക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം വിഭാവനം ചെയ്ത ആ പദ്ധതി നാടിനെ സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇടക്കോലിയുടെ പുത്രൻ ശ്രീ ജോസഫ് തമ്പാന്റെ നാമധേയത്തിലായിരിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ഉറച്ചു പറയുവാൻ സാധിക്കും. ആ പദ്ധതിയുടെ പൂർത്തീകരണം വരുന്ന ചുരുക്കം 2 വർഷങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം ലക്ഷ്യം കണ്ട ആ പദ്ധതി ഞങ്ങളുടെ ഭരണസമിതി പൂർത്തീകരിച്ച് സാധിക്കുകയുള്ളൂ. ഞാൻ ഏറെ പറയുന്നില്ല. വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലപ്പുറമുള്ള ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അസൂയോടുകൂടി നോക്കിക്കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും ജോസഫിന് എപ്പോഴും പറയാറുള്ള, പ്രസിഡന്റ്, ഇതുപോലെയുള്ളൊരു പുണ്യം കിട്ടിയ മനുഷ്യൻ വേറെയില്ല. എൻ്റെ സഹോദരങ്ങളുടെ സ്നേഹം, എൻ്റെ കുടുംബത്തിന്റെ സ്നേഹം, അത് തന്നെയാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞതുപോലെ എനിക്കും എല്ലാവരേക്കാൾ ഉപരിയായി അദ്ദേഹത്തിനോടുള്ള കടപ്പാട് വാക്കുകളിൽ തീർക്കുവാനുള്ളതല്ല. ഈ പ്രസിഡന്റായി ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ എനിക്ക് നിൽക്കുവാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. ആ വലിയ സ്നേഹ സമ്മാനം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയുമായി ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത്രയും നാള് ഇതിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു. വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വിശിഷ്ടായ വ്യക്തികളെ, പ്രിയ നാട്ടുകാരെ, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ നിമിഷം ഇവിടെ നിൽക്കുക. ഞാൻ ഈ അവസരത്തിൽ നിന്ന് ചിന്തിച്ചത്, പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു ഗ്ലോറിയസ് പീരീഡ് ഉണ്ട്. ഭാഗ്യമുള്ളവർക്കാണ് ഈ ഗ്ലോറിയസ് പീരീഡിൽ മരിക്കുവാനായിട്ട് സാധിക്കുക. ജോസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പോലും സ്വയം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഈ വർഷങ്ങൾ. കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ നാടിനും ഈ നാട്ടിലുള്ള ആൾക്കാർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വൈദികരെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും
സ്നേഹിക്കുകയും ചെയ്തിരുന്ന ജോസ് കുഞ്ഞ് ഇന്ന് നമ്മളെ വേർപെട്ടു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ഒഴുകോട് പഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ തീർച്ചയായും ജോസ് കുഞ്ഞിൻ്റെ വേർപാട് ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി എപ്പോഴും നിലനിന്നിരുന്നു. പാർട്ടി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെയാണ് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചത്. ഞാൻ ഓർക്കുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു വാഹനത്തിൽ. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് മുമ്പിൽ ഇവിടെ വികാരി അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കൈലി മുണ്ട് കൊടുത്ത് അദ്ദേഹം തലയിൽ ഒരു കെട്ടും കെട്ടി അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഞാൻ വണ്ടി നിർത്തി. അദ്ദേഹം എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരികയുണ്ടായി. ഒരു 10 നിമിഷം നേരത്തേക്ക് ഞാൻ സംസാരിച്ചപ്പോഴെല്ലാം അദ്ദേഹം വാർഡിൻ്റെ പ്രശ്നങ്ങളും വാർഡിലെ വികസന കാര്യങ്ങളും മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടെ എപ്പോഴും ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വൻ ആൾക്കൂട്ടം ഇവിടെ കണ്ടു. എല്ലാവരും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇതിൽ നിന്ന് തെളിയിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ ഒരു സ്നേഹം ഇന്ന് ജോസ് കുഞ്ഞിനോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെ മാത്രമേ ദുഃഖമുള്ളൂ. എവിടെയെല്ലാം ആത്മാർത്ഥമായ ദുഃഖമുണ്ടോ അവിടെയെല്ലാം ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. സ്നേഹിതരെ, അദ്ദേഹം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വേർപാട് തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തീരാ നഷ്ടമാണ്. ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൽ ഉള്ള അനുശോചനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യായ ബേബി സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സ്നേഹിതരെ, സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് പല പ്രസ്താവനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മരണം കള്ളനെ പോലെ വരുന്നവനാണ്, മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ജോസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ അന്വർത്ഥമാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്നു. അതുകൊണ്ട് കള്ളനെ പോലെ എന്ന് പറയാം. രംഗബോധമില്ലാത്തൊരു കോമാളി എന്ന് പറയുമ്പോൾ ജോസ് കുഞ്ഞ് പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ഈ നാടിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാന് മനസ്സിലുണ്ടായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതൊന്നും പൂർത്തീകരിക്കുവാൻ അവസരം കൊടുക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ജോസ് കുഞ്ഞിനെ ദൈവം വിളിച്ചപ്പോൾ, പക്ഷെ വേറൊന്നുണ്ട്, ഒരു പ്രദേശത്തെ ഒരു തോട്ടത്തിലെ ഏറ്റവും നല്ല പുഷ്പത്തെയാണ് ആദ്യം ദൈവസന്നിധിയിലേക്ക് എടുക്കുന്നത്. ഏറ്റവും ഇവിടെ നാടില് നിറഞ്ഞു നിന്ന വ്യക്തി, നാട്ടുകാർക്ക് പ്രിയങ്കരനായ വ്യക്തി, ഏത് ഉപകാരം ആർക്ക് ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വ്യക്തി, ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും ഓടി അവരോടൊത്ത് സഹതപിച്ച് അവരോടൊത്ത് സന്തോഷിച്ചു നിന്നിരുന്ന വ്യക്തി, ആ ഏറ്റവും നല്ല വ്യക്തിയെ ഇവിടെ നിന്നും ദൈവത്തിന്റെ പക്കലേക്ക് ഓരോ ഇടവകയിലും ഓരോ വീട്. അതനുസരിച്ച് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആരംഭത്തിൽ തന്നെ ജോസ് കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ജോസ് കുഞ്ഞ് പറഞ്ഞു, ഇടക്കോലിയിലെ വീട് ഞാൻ സ്പോൺസർ ചെയ്തോളാം. അതനുസരിച്ച് അപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ കയ്യിൽ അഡ്വാൻസ് തരികയും അതനുസരിച്ച് ഇവിടെ ഒരാൾക്ക് ആളെ സെലക്ട് ചെയ്യുകയും വീട് വയ്ക്കുവാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സത്യത്തിൽ ആ വീട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജോസ് കുഞ്ഞിന്റെ ഏറ്റവും വലിയൊരു സ്മാരകമായി അത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മളെല്ലാം ജോസ് കുഞ്ഞിനെ വളരെയധികം സ്നേഹിച്ചതാണ്. പേഴ്സണലായിട്ട് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിഭിന്നമായി എന്നോട് ഒരു വലിയ ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം. അങ്ങനെയുള്ള ആ ജോസ് കുഞ്ഞ്, എന്റെ പ്രിയപ്പെട്ട അനിയന് പെട്ടെന്ന് പോയതില് ദുഃഖമുണ്ട്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജോസ് കുഞ്ഞ് നമുക്കറിയാം, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിൽ പോലും പച്ചയായ മനുഷ്യന്റെ ദുഃഖങ്ങൾ അറിഞ്ഞിരിക്കുന്നവന്,
മനുഷ്യന്റെ കഷ്ടതകൾ വ്യക്തമായി അറിഞ്ഞ് സ്നേഹിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തി. ആ മനുഷ്യന് എന്നും നമ്മുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കും. ആ ഓർമ്മ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ മാതൃക അനുകരണീയമാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ദുഃഖത്തില് നമ്മുടെ എല്ലാം സഹതാപം എസ്തമാൻ ചേട്ടനെയും കുടുംബത്തെയും, എസ്തമാൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ സത്യത്തില് ഒരു അനുഗ്രഹമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര വലിയൊരു വേർപാട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ ജോസ് കുഞ്ഞിനെ സ്മരിക്കാം. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പോയി എന്ന് വിശ്വസിക്കുവാനുള്ള മനസ്സെനിക്ക് ഇപ്പോഴും ഉണ്ടാവുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജോസ് കുഞ്ഞ് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് എനിക്ക് ജോസ് കുഞ്ഞ് വേറെ എന്തൊക്കെയോ കൂടി ആയിരുന്നു. ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒരു മരണ സമ്മതി അനുവദിച്ചെന്ന് കേട്ടാൽ രാവിലെ ജോസ് കുഞ്ഞാണ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അത് എൻ്റെ വാർഡിലേക്ക് വേണം. ഒരു വീട് അനുവദിച്ചെന്ന് കേട്ടാൽ അന്നേരെ ജോസ് കുഞ്ഞ് ഇറങ്ങി, അത് എൻ്റെ വാർഡിലേക്ക് വേണം. ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 6ാം ക്ലാസ്സുകാരനായ ജോസ് കുഞ്ഞ് ഒരു എഞ്ചിനീയർ പറയുന്നത് പോലെയാ കാര്യങ്ങൾ. ആ പദ്ധതി എങ്ങനെ ഇത് വന്നാലുള്ള ഗുണം, ഇതിവിടെ നടപ്പിലാക്കുമ്പോൾ കിട്ടുന്ന വെള്ളത്തിന്റെ അളവ്, ആ വെള്ളം ഉപയോഗിച്ച് ഏതെല്ലാം വീടുകളിൽ കൊടുക്കാൻ പറ്റും, എത്ര വീടുകൾ, ഒരു എഞ്ചിനീയർക്ക് പോലും അത്രയും കൃത്യതയോടുകൂടി പറയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഈ പദ്ധതി ഇവിടെ ഇത്രയും ആയത്. ഇതിനിടയ്ക്ക് 1-2 പരാതികൾ ചെന്നു. ജോസ് കുഞ്ഞ് അത് വലിയ വിഷമമായിരുന്നു. നമ്മളത് പരാതി അന്വേഷിച്ച് അത് കണ്ടില്ല എന്ന് ബോധ്യപ്പെട്ടു. ഈ പെരുന്നാളിന് മുമ്പ് ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കുന്ന ഈ കല്ലെല്ലാം മാറ്റി ഇവിടെ പെരുന്നാൾ മോടി പിടിപ്പിക്കുന്നതിന് തടസ്സം വരരുത് എന്ന് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ പദ്ധതി ജോസ് കുഞ്ഞിന് വേണ്ടി പൂർത്തിയാക്കും. വലിയ ആഗ്രഹമായിരുന്നു ജോസ് കുഞ്ഞിന് ഈ പദ്ധതി. എന്നോട് വഴക്കായിരുന്നു എപ്പോഴും. 15 ലക്ഷം രൂപ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പോരാ, അതിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞ് ബഹളമായി. രണ്ടാമത് നമ്മൾ വീണ്ടും ഒരു 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്തപ്പം അതുകൊണ്ടൊന്നും ആവുകയില്ല, പിന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് MP-യുടെ ഒരു കുറച്ച് പൈസ 4 ലക്ഷം രൂപയാണ് അതനുവദിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വീണ്ടും പൈസ വെക്കണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വള്ളിപ്പടവ് ഇല്ലിയാർകാനം എടക്കോല് റോഡ്, അത് ജയിച്ച കാലം തൊട്ട് എന്നോടുള്ള ആവശ്യമായിരുന്നു, വഴക്കായിരുന്നു ആ സമയം തൊട്ട്. ഈ വർഷം ഞാൻ 10 ലക്ഷം രൂപ അതിനുവേണ്ടി വെച്ചപ്പോൾ 10 പോരാ, 20 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എസ്റ്റിമേറ്റ് 10 എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഏത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കി എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കഴിഞ്ഞ് ഞാൻ വെറുതെ പറഞ്ഞാൽ 10 ലക്ഷം മതി എന്ന് എഞ്ചിനീയർ പറഞ്ഞു. നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ജോസ് കുഞ്ഞ് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെച്ച് വേണം ഷൂട്ട് ചെയ്യാൻ, ഇതുപോലൊരു വീട് നിനക്ക് കാണാൻ പറ്റില്ല, നീ ഇത് എൻ്റെ വീട്ടിൽ വെച്ച് ഷൂട്ട്. ഞാൻ വേണം ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നഷ്ടങ്ങളുണ്ടാവും, അവിടെ പെയിന്റ് പോകാതെ ഒന്നും താരമില്ല, നീ ഇവിടെ വേണം. ജോസ് കുഞ്ഞിന്റെ ഒരു സ്നേഹത്തിന്റെ എങ്ങനെയാണെന്ന് പറയാ, ഇത് എന്നേക്കാൾ ജോസ് കുഞ്ഞിന്റെ സ്നേഹം അറിയുകയും അത് പങ്കുവെക്കുകയൊക്കെ ചെയ്തത്. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. ഈ പദ്ധതി ജോസ് കുഞ്ഞ് തുടങ്ങി വെച്ച മുഴുവൻ പദ്ധതികളും നമുക്ക് പൂർത്തിയാക്കണം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ. ബഹുമാനപ്പെട്ട ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറും എടക്കോലിപ്പള്ളി പാരിഷ് കൗൺസിൽ മെമ്പറും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും ശിഷ്യ എടക്കോലി നിവാസികളുടെ ആത്മമിത്രവും നേതാവും പ്രിയ സ്നേഹിതനും എല്ലാമായിരുന്ന നമ്മുടെ ജോസ് കുഞ്ഞിൻ്റെ ആകസ്മിക നിര്യാണത്തിൽ എടക്കോലി പൗരാവലിയുടെയും ഒഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെയും പേരിലുള്ള ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെയും പേരിൽ ഈ യോഗം അനുശോചിക്കുന്നു. അവതാരകൻ ജോസഫ്, അനുവാദക ഹിന്ദുമൂർത്തി. അടുത്തതായി UDF-ന്റെ ജില്ലാ ചെയർമാൻ EJ ആഗസ്റ്റിഫാദർ സംസാരിക്കും. ബഹുമാനപ്പെട്ട വൈദികരെ,
പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി ഉള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു ജോസ് കുഞ്ഞിൻ്റെത്. ഇന്നലെയും ഇന്നുമായി എടക്കോലി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയ ജനസംഖ്യ കേവലം ഒരു പഞ്ചായത്ത് മെമ്പറുടെ ശവസംസ്കാര ചടങ്ങിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോടുള്ള ആദരവും അദ്ദേഹത്തിനുള്ള സ്നേഹബന്ധവുമുള്ള അതിൻ്റെ പ്രത്യക്ഷമായൊരു പ്രകടനമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു ജനസംഖ്യ ഈ ജില്ലയുടെ എന്ന് മാത്രമല്ല അതിനപ്പുറത്തുള്ള പ്രദേശത്തു നിന്നുള്ള പൊതുപ്രവർത്തകരടക്കമുള്ള വലിയ ജനസംഖ്യയുമാണ് വളരെ ദുഃഖത്തോടു കൂടി ഈ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. ഈ നാടിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ആദരണീയനായ KM മാണി സാറ്, അദ്ദേഹത്തിന് കലശലായ പനി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയത്. അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹം ജോസ് കുഞ്ഞിൻ്റെ മൃതശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുശോചനവും അറിയിക്കാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീ മാണി സാറിൻ്റെ അനുശോചനം ജോസ് കുഞ്ഞിൻ്റെ ഈ നിര്യാണത്തിൽ ജീവിതത്തിൽ ഓട്ടത്തിൻ്റെ പാതി പോലും പൂർത്തിയാക്കാൻ കഴിയാതെ അവസാനിപ്പിക്കേണ്ടി വന്ന ജോസ് കുഞ്ഞിൻ്റെ ആ നിര്യാണത്തിലുള്ള അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരെയും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി. വാതിക്കലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. 4 പേരെ വിളിച്ച് ഞാൻ ചോദിച്ചാണ് കൺഫേം ആക്കിയത്. എന്നിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നമ്മുടെ ജോസ് കുഞ്ഞ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു എന്ന് കേട്ട വാർത്ത. ദൈവത്തിന് ഈ ഇടക്കോലിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായിരുന്നു നമ്മുടെ ജോസ് കുഞ്ഞ്. അതുകൊണ്ടാണ് ജോസ് കുഞ്ഞിനെ ഇറുത്തുകൊണ്ട് പോയത്. അതിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് വേണ്ടി ജോസ് കുഞ്ഞ് അവിടെ ഇരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അതോടൊപ്പം വിഴുവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും കൂടിയുള്ള എല്ലാ അനുശോചനയും കാവുകാട്ട് മൊത്തം കുടുംബത്തിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജോസഫ് സ്തഫാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് മെമ്പർ എന്നതിലുപരി എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എല്ലാ കാലത്തും ഈ കഴിഞ്ഞ 2.5-3 വർഷക്കാലം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നോടൊത്ത് സഹകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ ഈ നിര്യാണം സത്യത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ രീതി ഇവിടെയും സംജാതമായിരിക്കുന്ന അദ്ദേഹം നമ്മളിൽ നിന്ന് വേർവിട്ട് പോയെങ്കിലും അദ്ദേഹം സ്വപ്നം കണ്ട പദ്ധതികൾ എല്ലാവിധ അനുശോചനവും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജോസ് കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയ നാട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഗ്രാമം ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ ഗ്രാമത്തിനപ്പുറത്ത് ഈ ശവസംസ്കാരത്തിൽ പങ്കെടുത്തവര് എത്രയെത്ര ദൂര സ്ഥലങ്ങളിൽ നിന്നും എത്രമാത്രം കഷ്ടപ്പെട്ടും ഇവിടെ വന്നിരിക്കുന്ന ആ ജനസമൂഹത്തിനെ കാണുമ്പോൾ നമുക്ക് ആ വ്യക്തി എത്ര വലിയ ആളായിരുന്നു എന്ന് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയപ്പോൾ ഈ പാർട്ടിക്ക് എന്നും കരുത്തു പകരുവാനുള്ള ഒരു നെടുംതൂണായി നിന്നിട്ടുള്ള വ്യക്തിയാണ്. ജോസഫ് സ്തഫാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പല കാര്യങ്ങളിലും ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വെള്ള പദ്ധതിയുമായിട്ടൊരു കാര്യത്തിന് ഞാൻ വിവരിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു ധന അഭ്യർത്ഥനയായിട്ടൊരു സ്ഥലത്ത് ചെന്നിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് പറഞ്ഞു, 300 കുടുംബാംഗങ്ങൾക്ക് വെള്ളം കിട്ടുന്ന പദ്ധതിയാണ്, എൻ്റെ പൈസ പോയാലും ഞാനത് പൂർത്തീകരിക്കും. അത്ര നിശ്ചയദാർഢ്യത്തോടെ സ്വന്തം കയ്യിലെ പൈസ കളഞ്ഞിട്ടാണേലും ഒരു ഗ്രാമത്തിലെ 300 കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടും എന്നൊരു പദ്ധതിക്ക് വേണ്ടി ഇന്ന് നമ്മൾ കാണുന്നത് സ്വന്തം ലാഭത്തിന് എന്തുമാത്രം കിട്ടുമെന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകരുള്ള എല്ലാവരും എല്ലാം എങ്കിൽ പോലും ഇത് കയ്യിലെ കാശ് പോയാലും
എൻ്റെ ഗ്രാമത്തിലെ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ജനങ്ങൾക്ക് ഒരു പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുമെങ്കിൽ അതിൽ ഞാൻ ചാരിതാർത്ഥ്യജനകനാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ജോസ് കുഞ്ഞിനെയാണ് എനിക്കറിയാം. അതുപോലെ തന്നെ നല്ലൊരു കർഷകന് ഞാനിവിടെ രാവിലെ വരുമ്പോൾ മിക്കവാറും കാണാറുണ്ട് പുള്ളി റബ്ബർ വെട്ടില്ല. ഞാൻ വളരെ തന്നെ എന്നെ വളരെ സ്നേഹത്തോടു കൂടി മറ്റു പല കാര്യങ്ങൾക്കും സമീപിക്കുമ്പം സ്വയസിദ്ധമായ ശൈലിയിൽ മനുഷ്യനെ എന്ന് മാത്രം എന്നെ വിളിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിലിട്ട് ഒരിക്കൽ ഫോൺ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇട്ടപ്പോൾ എൻ്റെ മൂത്ത പുത്രൻ പറഞ്ഞു, ആ മനുഷ്യനെ എന്ന് വിളിക്കുന്ന ചേട്ടായി അല്ലേ മരിച്ചെന്ന്. കോൺഗ്രസിനുള്ള ദുഃഖവും ഈ ഗ്രാമത്തിൻ്റെ ദുഃഖവും ജോസിന്റെ സഹോദരങ്ങളെയും ഈ നാട്ടുകാരെയും അറിയിക്കുന്നു. നന്ദി. കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നിൽക്കുന്നത് ജോസ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ചരമപ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ വലിയ ഒരു സ്നേഹ ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഈ പ്രദേശത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ജാതിയോ വർഗമോ വർണ്ണമോ അതീതമായ ചിന്തകളിൽ അതൊന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് സ്നേഹിക്കുകയും ഈ പ്രദേശത്തെ അങ്ങേയറ്റം, അതായത് ലോകം കീഴ്പ്പെടുത്താതെ ലോകത്തോടൊപ്പം, അതായത് ലോകം കീഴ്പ്പെടുത്താനല്ല ശ്രമിച്ചത്, ലോകത്തോടൊപ്പം ഈ കൊച്ചു ഗ്രാമത്തെ എത്തിക്കുവാൻ വേണ്ടി ആ ലോകത്തിന്റെ ഇന്നത്തെ വികസനമായ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിലുള്ള തുടുപ്പുകളിലേക്ക് നമ്മുടെ കൊച്ചു ഗ്രാമത്തെ എത്തിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം അക്ഷീണം പരിശ്രമിക്കുകയും ഈ നാടിന്റെ സ്നേഹം ഒന്നടങ്കം ഏറ്റുവാങ്ങുകയും ചെയ്ത ജോസ് കുഞ്ഞ്, അദ്ദേഹത്തിന്റെ ഈ നാട്ടിലെ സ്നേഹം, ആൾക്കാരുടെ സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു ഇന്നിവിടെ തടിച്ചുകൂടിയ ജനം. അദ്ദേഹത്തിന്റെ ഈ വേർപാട് ഈ കുടുംബത്തിനും ഈ കൊച്ചു ഗ്രാമത്തിനും അങ്ങേയറ്റം വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിൽ വന്നിരിക്കുന്ന ആ നഷ്ടത്തെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനും ആ കുടുംബത്തെ അദ്ദേഹത്തിന്റെ വേർപാട് ഉണ്ടായ നഷ്ടം നികത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം പ്രത്യേകമായി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സ്നേഹിതരെ, ജോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിലെ ജനങ്ങളെ മുഴുവനും ഒന്നായി കാണുന്നതിനും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ജോസ് കുഞ്ഞ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റണമെന്ന് ആരൊക്കെ വന്ന് പറഞ്ഞാലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ജോസിയേട്ടൻ്റെ നിര്യാണം നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ജോസ് മെമ്പർ എനിക്ക് എന്നും ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു. കാരണം അധിക നാളുകളായില്ല ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എങ്കിലും പരിചയപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമായ ആ സംസാരവും വർത്തമാനവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇടക്കോലിലെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ ഭാഗ്യമില്ലാതെ പോയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടായിരുന്നു ആദ്യം കണ്ടിരുന്നത്. മറിച്ച് അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം തൻ്റെ വാർഡ് എന്നുള്ള ആ മനസ്ഥിതി, ഈ നാടിൻ്റെ ഈ 6-ാം വാർഡിന്റെ വികസനം, അത് മാത്രമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന് കാണുമ്പോൾ പറയാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നം ഇവിടെ ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇടക്കോലിയുടെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. സ്നേഹിതരെ, പേരുകൊണ്ട് 2 ജോസുമാരായിരുന്നു ഒഴവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴുള്ള ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ജോസ് കുഞ്ഞും ഞാനും ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിലെ തൊട്ടടുത്ത സീറ്റുകളിൽ നാളിതുവരെ ഇരുന്നുവെങ്കിൽ അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ എൻ്റെ അടുത്തേക്ക് ജോസ് കുഞ്ഞ് വരാത്ത ഒരു സാഹചര്യത്തെ പറ്റി എനിക്ക് സത്യത്തിൽ ചിന്തിക്കുവാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. ജോസ് കുഞ്ഞ് കമ്മിറ്റിക്ക് വരാൻ താമസിച്ചാൽ ഞാൻ സാധാരണ ജോസ് കുഞ്ഞിനെ വിളിക്കാറുണ്ട്, മൊബൈലിൽ വിളിക്കാറുണ്ട്. ഞാനൊരു ദിവസം കമ്മിറ്റിക്ക് വന്നില്ല എങ്കിൽ ജോസ് കുഞ്ഞ് മറിച്ച് എന്നെയും വിളിക്കാറുണ്ട്. അത്തരുണത്തില് വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ നാളിതുവരെ പഞ്ചായത്തിന്റെ ഭരണ
മേഖലകളിൽ കൈവരിച്ചുവെങ്കിൽ ഇപ്പോഴ് വലിയ ദുഃഖത്തോടുകൂടി ഇവിടെ നിൽക്കുകയാണ്. ഇത്തരത്തില് ഉഴവൂർ ഗ്രാമപഞ്ചായത്തിനും ഈ കുടുംബാംഗങ്ങൾക്കും വന്നിരിക്കുന്ന നഷ്ടത്തില് നിങ്ങളോടൊപ്പം നമുക്കറിയാം, ഇത്രയും ചെറുപ്പത്തില് ഭാര്യയും കുട്ടികളും ഉപേക്ഷിച്ച് വിട്ടുപോകുന്ന ആ അവസ്ഥയെ പറ്റി ഓർക്കുവാൻ ഇവിടെ നിൽക്കുന്ന ആർക്കും സാധിക്കില്ലാത്ത ഈ അവസരത്തില് കുടുംബാംഗങ്ങള്, സഹോദരന്മാര്, സഹോദരിമാര് എല്ലാവരോടും ഈ പ്രദേശത്തെ എടക്കോലിലെയും ഉഴവൂർ ഗ്രാമപഞ്ചായത്തെയും മുഴുവൻ ജനങ്ങളോടും ജോസ് കുഞ്ഞിനോടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ജോസ് മെമ്പർക്ക് അനുശോചനം അറിയിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും സംഘടനാ നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രിയ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അനുശോചന യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.